സിനുജി സിറിയയിൽ വലിയ ആക്രമണങ്ങളുണ്ടായി. വിമതസേനയുടെ വലിയ ആക്രമണങ്ങളാണല്ലോ ഉണ്ടായത്. അതേ തുടർന്ന് ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു. റഷ്യ വളരെ നിർബന്ധിച്ചാണ് ഇദ്ദേഹത്തെ അവിടത്തേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പുറകിൽ ഇദ്ദേഹം അവിടെ വലിയ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ചോദ്യം, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ നിക്ഷേപങ്ങൾ, അതായത് ഒരു ഭരണാധികാരിയാണ് എങ്കിൽ പോലും അവിടെ ഒരു വ്യക്തിപരമായിട്ടൊക്കെ ഇത്രയും വലിയ നിക്ഷേപങ്ങൾ നടത്താൻ മാത്രമേ ഈ ധനമൊക്കെ എങ്ങനെയാണ് ഈ ബാഷർ അൽ അസദിന് കിട്ടിയത് എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? HTS എന്ന് പറയുന്ന വിമതസേന ഈ സിറിയയിലേക്ക് കടന്ന് ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ബാഷർ അൽ അസദ് പേടിച്ചൊന്നുമില്ല, ശക്തമായിട്ട് അതിനെ എതിർക്കാമെന്നുള്ള നിലപാടാണ്. പക്ഷേ ഈ വിമത സൈന്യം ഡമാസ്കസ് എന്ന് പറയുന്ന സിറിയയുടെ തലസ്ഥാനത്ത് എത്തിയപ്പോൾ ബാഷർ അൽ അസദിന് അപകടം നടത്തും. ആ സമയത്ത് തന്നെ റഷ്യ പ്രത്യേക വിമാനമൊക്കെ അയച്ചിട്ട് ബാഷർ അൽ അസദിനെ ഇവിടുന്ന് കൊണ്ടുപോകുക, നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് ഈ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്, അതൊരു സംശയമായിരുന്നു. അപ്പോൾ സംശയം നോക്കുമ്പോൾ എന്താണ്, റഷ്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ ബാഷർ അൽ അസദ്. അതായത് ഈ സിറിയയിൽ നിന്ന് 2 ടൺ നോട്ടുകെട്ടുകളാണ് വിമാനത്തിൽ ഈ റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പൗണ്ടുണ്ട്, ഡോളറുണ്ട്, അങ്ങനെ അവിടുത്തെ പണമൊക്കെ 2 ടൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇത്ര എമൗണ്ട് എന്നല്ല പറയുന്നത്, അത്രത്തോളം പണം ഈ സിറിയയിൽ നിന്ന് ബാഷർ അൽ അസദ് റഷ്യയെ കൊണ്ടുവന്നു. അവിടുത്തെ വിവിധ ബാങ്കുകളിൽ മോസ്കോയിലടക്കം നിക്ഷേപിക്കുന്നു. കൂടാതെ ഒരുപാട് വ്യവസായ സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയധികം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് റഷ്യക്ക് ഈ ബാഷർ അൽ അസദിനെ വേണം. മാത്രമല്ല USSRന്റെ കാലം മുതൽ തന്നെ റഷ്യ ഒരു പോർട്ട്, അതായത് തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്ന സിറിയയിലാണ്. കാരണം റഷ്യയിലെ കാലാവസ്ഥ വലിയ മാറ്റമുണ്ട്. അവിടെ എപ്പോഴും തണുത്തുറഞ്ഞൊരു കാലാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 12 മാസവും കപ്പലുകളൊന്നും ഓടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ. അപ്പോൾ അവരുടെ വ്യാവസായിക കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിലൊക്കെ ഒരു പോർട്ട് മറ്റൊരു രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യണം. അതിനനുകൂലമായ ഘടകം സിറിയയിലായിരുന്നു. അതുകൊണ്ട് ബാഷർ അൽ അസദിന്റെ പല കൊള്ളരുതായ്മകൾക്ക്, തെറ്റായ തീരുമാനങ്ങൾക്കൊക്കെ ഇവർ പിന്തുണയ്ക്കും. പക്ഷേ എങ്കിലും ബാഷർ അസദ് ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് റഷ്യയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 9 ദിവസങ്ങൾക്ക് ശേഷം അസദ് തന്നെ തൻ്റെ ഒരു പ്രസ്താവനയിലൂടെ പറയുകയാണ്, തനിക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലായിരുന്നു, ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്, അവിടെ തീവ്രവാദികളാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പക്ഷേ റഷ്യ എന്നെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അടുത്ത സംശയം, റഷ്യ എന്തിനാണ് ഇയാളെ കൊണ്ടുവന്നത്? അപ്പോൾ അതിനൊരു സംശയമില്ലേ. അതിൻ്റെ കാര്യം, വൻതോതിൽ ഇവിടെ പണം ഉണ്ടാക്കുന്നുണ്ട് ഈ ബാഷർ അസദും കുടുംബവും. എങ്ങനെയാണെന്നറിയോ, അസദിൻ്റെ ഒരു സഹോദരനുണ്ട്, മെഹർ അൽ അസദ്. അദ്ദേഹം നിലവിൽ ഈ സഹോദരനാണെന്ന് മാത്രമല്ല അവിടുത്തെ ഒരു കമാൻഡറാണ്, സൈനിക കമാൻഡർ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്ന് കച്ചവടമാണ്. അതായത് ക്യാപ്റ്റഗൻ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഒരു മരുന്ന് നിർമ്മിക്കുന്നു. ഈ മരുന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന വലിയ തോതിൽ പണം സമ്പാദിച്ചു. ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ പറയുന്ന ക്യാപ്റ്റഗൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് വിൽപ്പനയിലൂടെയാണ്. അപ്പോൾ ക്യാപ്റ്റഗനിലൂടെ വലിയ തോതിൽ പണം ഉണ്ടാക്കുന്നതായിട്ട് ഹയത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന HTSന് കൃത്യമായിട്ട് വിവരമുണ്ടായിരുന്നു. അപ്പോൾ ഈ പണമാണ് ഇവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ പണം ഉപയോഗിച്ചെന്ന് മാത്രമല്ല, ഈ സിറിയയിലെ സൈനികർക്ക് ഇത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ വയാഗ്രയിൽ ഈ വയാഗ്ര ക്യാപ്സുൾ ഉണ്ടല്ലോ, അതിനകത്ത് ഇത് കലർത്തി നൽകും. അപ്പോൾ ഇവരൊരു പ്രത്യേക ഉന്മാദാവസ്ഥയിലെത്തും. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവരുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്, ഇവരുടെ ആവേശം വർദ്ധിക്കുന്നതൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല. എന്ത് വേണേലും ചെയ്യും. ഇത് തന്നെയാണ് ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കിടന്ന് ആക്രമണം നടത്തിയില്ലേ, അവിടുത്തെ സൈനികർക്ക് ഈ പറയുന്ന ഈ ക്യാപ്റ്റഗൻ പോലെയുള്ള മരുന്നുകൾ നൽകുകയും അവരെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിച്ച് പോയി വെടിവെക്കാനൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെയൊക്കെ തന്നെ, അല്ലെങ്കിൽ സൈന്യത്തെയൊക്കെ തന്നെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ ബാഷർ അൽ അസദ് വൻതോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഈ ഡ്രഗ്സിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ. അവരെത്ര പണം കൊടുത്ത് ഇത് വാങ്ങും. മാത്രമല്ല അമേരിക്കയിലേക്ക് വരെ ഈ ഡ്രഗ്സിൻ്റെ കച്ചവടം ഉണ്ടാകുന്നു. 1960കളിൽ ഒരു സ്റ്റിമുലൻ്റായിട്ട്, അതെന്താ, ഒരു ഉത്തേജകമായിട്ടൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതാണ്. ജർമ്മനിയിലായിരുന്നു ഇത് ആദ്യം നിർമ്മിച്ചിരുന്നത്, പശ്ചിമ ജർമ്മനിയിൽ. പിന്നീട് ഇത് സിറിയ ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ആംഫിറ്റബിൾ ഡ്രഗ്സ്, സ്റ്റിമുലേഷൻ, അതുപോലെ തന്നെ ഈ മെത്താഫിറ്റമിൻ എന്നീ ഡ്രഗ്സ് ഉണ്ട്. ഇതൊക്കെ ഫിലിം ഫീൽഡിലും വളരെ. അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നൊക്കെ പണ്ട് ആരോഗ്യ കാര്യങ്ങൾ, അതായത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുമായിരുന്നു. പിന്നീട് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ സിറിയയിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഇത്തരം മയക്കുമരുന്നുകളൊക്കെ കിട്ടും. അപ്പോൾ ഈ മയക്കുമരുന്ന് മൊത്തം ഉണ്ടാക്കുന്നത് മെഹർ അൽ അസാദാണ്. എന്നിട്ട് വൻതോതിൽ ഇത് കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ ഈ വിമതസേന പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയും അവിടെ മുഴുവൻ റെയ്ഡ് നടത്തുകയും ചെയ്തപ്പോൾ സിറിയയുടെ സൈനിക ആസ്ഥാനത്ത് മുഴുവൻ വലിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്തൊക്കെ ഈ പറയുന്ന ക്യാപ്റ്റഗൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് നിറച്ചിരിക്കുകയാണ്. ഇനി കയറ്റി വിടാനുള്ള ഇലക്ട്രോണിക് ഗുഡ്സ് ഉണ്ട്, ഷിപ്പിലും വിമാനത്തിലും ഒക്കെ കയറ്റി വിടാനുള്ള. ആ ഗുഡ്സ് പൊതിഞ്ഞിരിക്കുന്ന കവർ പൊട്ടിച്ച് നോക്കുമ്പം അതിനകത്തും വൻതോതിൽ ക്യാപ്റ്റഗനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നായിരുന്നു. ഇതിലൂടെയാണ് സിറിയക്ക് ഇത്രയും പൈസ കിട്ടിയത്. അങ്ങനെയാണ്
റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും ഇവർ നല്ല ബന്ധം പുലർത്തി. മാത്രമല്ല ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നതും ഇവരായിരിക്കണം ഇനി ഒരു നാർക്കോ രാജ്യം എന്ന നിലയിൽ ഉയർന്നു വരേണ്ടത്. അതായത് ഗൾഫ് കൺട്രീസിനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന രീതിയിൽ ഒരു ശക്തിയായിട്ട് ഇവർക്ക് മാറണം. അപ്പോൾ സിറിയയുടെ പ്രവർത്തനങ്ങളൊന്നും ഈ സൗദി അറേബ്യക്കോ ഖത്തറിനോ ബഹ്റിനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നാർക്കോ ഒരു കൺട്രി എന്ന നിലയിൽ ഇവർ ഉയർച്ച പ്രാപിക്കുകയും ഞങ്ങൾ ഇവർക്ക് മേൽ അധീശത്വം സ്ഥാപിക്കും എന്നുള്ള രീതിയിൽ വളരുകയൊക്കെ ചെയ്തു. അപ്പോൾ ബാഷർ അൽ അസാദ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുള്ള കാര്യം തുർക്കിയുടെ പ്രസിഡന്റായ ഈ തയ്യിബ് എർദോഗനും അറിയാമായിരുന്നു. അപ്പോൾ എർദോഗനൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഈ ഇടപാടുകളൊക്കെ രഹസ്യവുമാണ്. മാത്രമല്ല എല്ലാ പിന്തുണയും നൽകാൻ റഷ്യയുണ്ട്, ഒപ്പം ഇറാനും ഉണ്ട്. അപ്പോൾ ആരും ഇവരെ ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ നിന്നപ്പോഴാണ് US-ഉം ഇസ്രായേലും മനസ്സിലാക്കിയത് ഈ മയക്കുമരുന്ന് കച്ചവടമായി പോകുന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. മാത്രമല്ല തങ്ങളെയൊക്കെ ആക്രമിക്കാൻ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കൊടുത്തുവിട്ടാൽ ഈ ആർമി സൈന്യം വന്നിച്ച് എന്തും ചെയ്യും. അവർക്ക് കൃത്യമായി ശമ്പളം പോലും സിറിയ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഉത്തേജക മരുന്നുകളൊക്കെ കൊടുത്ത് ഈ ഡ്രഗ്സ് ഒക്കെ കൊടുത്ത് അവരെ എന്തിനും തയ്യാറാക്കി പുറത്തേക്ക് വിടുകയാണ്. ഇത് നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇപ്പോൾ തുടർച്ചയായിട്ട് സിറിയയിൽ അറ്റാക്ക് നടത്തിയത്. അത് നല്ല കാര്യം കൂടിയാണല്ലേ? തീർച്ചയായിട്ടും ഈ അറ്റാക്ക് നടത്തിയത് ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞ ഇപ്പൊ എന്താ മനസ്സിലാകുന്ന അറിയാം. ഈ പറഞ്ഞ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾ ഒരു പ്രസിഡന്റിന്റെ കുടുംബത്തിന്റെ സ്ഥലത്ത് വേറെ ആർക്കെങ്കിലും പോയി പരിശോധിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ മൊത്തം ഇവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1960-കളിൽ ജർമ്മനിയിൽ നടത്തിക്കൊണ്ടിരുന്ന മയക്കുമരുന്ന് ഉൽപ്പാദനം പിന്നീട് ബാഷർ അൽ അസദ് വന്നതോടുകൂടി അവരുടെ രാജ്യം കേന്ദ്രീകരിച്ച സിറിയ കേന്ദ്രീകരിച്ചായി. അപ്പം ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ മയക്കുമരുന്ന് വേണം. ഇപ്പം ADHD എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ആലസ്യം, വിഷാദം തുടങ്ങിയ രോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ മരുന്നിനെ ഉൽപ്പാദിപ്പിക്കുന്ന സൈക്കാട്രിക് മെഡിസിൻ. പക്ഷേ ഇത് മെഡിസിൻ അല്ല. ഇവര് മെഡിസിൻ എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഇവർ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മയക്കുമരുന്നാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പരിശോധനയോ പ്രശ്നമോ ഉണ്ടാകുകയാണെങ്കിൽ ഇത് മെഡിസിൻ ആണെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഇവർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു. അപ്പോൾ തീവ്രവാദ സംഘടനകളെ അതുപോലെ തന്നെ ഈ മറ്റ് ഭീകരവാദ സംഘടനകളെയൊക്കെ തന്നെ ഇതിന് അഡിക്റ്റ് ആക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിപ്പിക്കുക. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് പറ്റി? സിറിയ ഒരു സമ്പന്ന രാജ്യമായി മാറി. അവിടുത്തെ തീവ്രവാദികളൊക്കെ ഈ പണം കൊണ്ട് വളരുകയും ചെയ്തു. ഇത് തന്നെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ വളർച്ചയ്ക്കും കാരണമായത്. മാത്രമല്ല ഈ ആഭ്യന്തര യുദ്ധം തുടങ്ങിയത് 13 വർഷം മുമ്പ് സിറിയയിൽ. അന്ന് മുതൽ തന്നെ ഇവിടുത്തെ ഈ ബാഷർ അൽ അസദിൻ്റെ അനുമതിയോടുകൂടി സഹോദരനും ഒപ്പം കമാൻഡറുമായ മെഹർ അൽ അസദ് ഇവിടെ മയക്കുമരുന്ന് നിർമ്മാണം തുടങ്ങിക്കഴിയും. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധമൊക്കെ സംഭവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ചാൽ പറ്റും, അല്ലെ സിറിയ വിചാരിച്ചാൽ എല്ലാം നടക്കുമെന്ന് അവർ വരുത്തി തീർക്കുകയും ചെയ്തു. മാത്രമല്ല ഈ പട്ടാള ക്യാമ്പിലടക്കം വൻതോതിൽ മയക്കുമരുന്ന് സ്റ്റോക്ക് ചെയ്തതോടുകൂടി ഒരു അറ്റാക്ക് വേണമെന്ന് പറഞ്ഞാൽ നേരെ ഇവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നു. എന്നിട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഇവരുടെ ബുദ്ധിയും തലച്ചോറും എല്ലാം മരവിച്ചിരിക്കുകയല്ലേ. ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. ഇപ്പൊ പാവങ്ങളുടെ കറുപ്പ് എന്നാൽ അതായത് ഈ പാവങ്ങളുടെ കൊക്കൈൻ അങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. കൊക്കൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതാണ്. പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന എന്നാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള മയക്കുമരുന്നാണ്. വില കുറഞ്ഞതാണ്, വളരെ കുറഞ്ഞ വിലയിൽ കിട്ടും. അതുകൊണ്ട് ചീപ്പ്, അതുകൊണ്ടാണ് ഈ പാവങ്ങളുടെ കൊക്കൈൻ. അപ്പോൾ നിർമ്മിക്കാൻ എളുപ്പമാണ്, ഈ ചീപ്പ് റേറ്റിന് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം? സൈഡ് എഫക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഈ ഇവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം ഡ്രഗ്സ് കൊടുത്തിട്ട് അവരെ എന്ത് കൊടുക്കാം? നശിപ്പിക്കാനും പറ്റും. അപ്പോൾ ആർമി എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമണം നടത്തിയ ആളുകളുടെ ശരീരത്തിൽ നടത്തിയ പരിശോധന, അതിലൂടെയാണ് ഈ ക്യാപ്റ്റഗൺ എന്ന് പറയുന്ന മയക്കുമരുന്ന് വൻതോതിൽ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയത്. ഇത് അമേരിക്കയുമായി പങ്കുവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇനി ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് കരുതി ഇസ്രായേലും അമേരിക്കയും തുടർച്ചയായി ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ കിട്ടിയ പണം മുഴുവനാണ് 2 ടണ്ണായിട്ട് റഷ്യയെ കൊണ്ട് നിക്ഷേപിച്ചത്. അപ്പോൾ റഷ്യ ഇവരെ സംരക്ഷിക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. റഷ്യക്ക് ഇവരുടെ ഒരു പോർട്ട് വേണം താനും. പക്ഷേ ഇവർ ആക്രമണം നടത്തിയപ്പോൾ റഷ്യ അവിടുന്ന് കപ്പലൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇത്രയും പൈസ അവിടെ നിക്ഷേപിച്ചു. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കേണ്ട ബാധ്യത റഷ്യക്കുണ്ട്. അതുകൊണ്ടാണ് റഷ്യ ഈ പറയുന്ന ബാഷർ അസാദിനെയും കുടുംബത്തെയും രക്ഷിച്ചത്. എന്നിട്ട് ബാഷർ അൽ അസാദ് പറയുന്നത് എന്താ? ഇപ്പൊ തീവ്രവാദികളാണ് അവിടെ ഭരിക്കുന്നത്, ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവര് തീവ്രവാദികളെ അല്ല. ഇത്രയും നാൾ അവിടെ അടക്കി ഭരിച്ച് ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയ ടീമാണ്. എന്നിട്ട് ഇപ്പൊ ഈ പുതിയ വരുന്ന ടീമിന്റെ അടുത്ത് പറയാണ് ഇവരാണ് തീവ്രവാദികൾ, ഈ വിമതരെ വിശ്വസിക്കരുതെന്ന്. എന്തായാലും ബാഷർ അൽ അസദിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പൊ ഇവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് മയക്കുമരുന്ന് നിർമ്മാണമാണ്. ഇത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സിനുജി, എന്തായാലും ഈ പറയുന്നത് പോലെ ഇവരുടെ തലച്ചോറുകളിലേക്ക് ഇവർ ഇഞ്ചക്ട് ചെയ്യുന്നത് മതം മാത്രമല്ല, മതഭ്രാന്ത് മാത്രമല്ല, വളരെ ലോകമാനവരാശിക്ക് തന്നെ അപകടകരമായിട്ടുള്ള മയക്കുമരുന്ന് കൂടെയാണ്. അപ്പോൾ അതും കൂടെ തൂത്തെറിയാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നത് എന്തായാലും നല്ലതെന്ന് തന്നെ പറയാം.